ഹായ് ഡിയേഴ്സ്. അപ്പോൾ മക്കളെ, അപ്പോൾ 9ാം ക്ലാസ്സിന്റെ എക്സാം നമ്മൾ തകർത്ത് വരികയാണ്. നമ്മൾ എന്നിട്ട് പ്രെഡിക്റ്റ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ആൻസറുകൾ എന്തെല്ലാം നോക്കാം. നമ്മൾ ആദ്യത്തെ സാറിൻ്റെ കയ്യിൽ മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ മക്കൾ എന്താവുക, അതിന് ആൻസർ സാർ ഇംഗ്ലീഷിൽ പറഞ്ഞു തരാം. അപ്പം എൻ്റെ മക്കൾ എന്താവുക അത് നോക്കുക. ഫസ്റ്റ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്നു, എ ബി എന്ന ജോഡിയിൽ നിന്ന് വിശകലനം ചെയ്ത് ശരിയായ ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാനല്ലേ. എ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ്, ഇതിനൊക്കെ ഓരോന്ന് തന്നിട്ടുണ്ട്. അപ്പം കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിളായിട്ട് നമുക്ക് ആരെ കൊടുക്കുക? നമ്മളെ സെല്ലുലോസിന് കൊടുക്കാൻ പറ്റൂലേ? പ്രോട്ടീൻ ഏതാടാ? ആൻറ്റിബോഡി കൊടുക്കാൻ പറ്റൂലേ? ന്യൂക്ലിക് ആസിഡ് DNA. അപ്പം ഇതിൽ ഏത് ഓപ്ഷനാണ്? ഇപ്പം കാർബോഹൈഡ്രേറ്റ്, സെല്ലുലോസ്. അപ്പം പിന്ന് വരുന്നത് ഏതാ? മൂന്നാമത്തേതാ. ഇനി Q ആൻറ്റിബോഡി. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ 2 ആണ്, ബി ആണ് ഇവിടെ എന്ത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ഈ പ്രസ്താവന പരിശോധിച്ച് താഴെ നിൽക്കുന്ന ഓപ്ഷനിൽ നിന്ന് ശരിയായി തിരഞ്ഞെടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അതിനെ പറഞ്ഞ പേരാണ് അനബോളിസം. നോക്കുക, അനബോളിസം പറഞ്ഞാൽ ചെറിയ ചെറിയ വസ്തുക്കൾ കൂടി ചേർന്ന് വലിയ രൂപാവല്ലേ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും എന്താണ്, ജലവും കൂടി ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവുക. പ്രസ്താവന ശരിയാണ്. അടുത്ത്, അമിനോ ആസിഡിൽ കൂടി ചേർന്ന് പ്രോട്ടീൻ നിർമ്മിക്കുന്നതാണ് കാറ്റബോളിസം. അതാണോടാ കാറ്റബോളിസം? എന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യല്ലേ, പ്രോട്ടീനെ പൊട്ടിച്ചിട്ട് എന്താവുക, അമിനോ ആസിഡ് ആവുക. ഇവിടെ എന്താ പറഞ്ഞാൽ അമിനോ ആസിഡിൽ കൂടി ചേർന്ന്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത്, ജീവൽ പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. എൻസൈംസ് എന്താവാണ്? ഇൻക്രീസ് ദ റേറ്റ് ഓഫ് മെറ്റബോളിസം എന്നതിന് പറഞ്ഞേ. അപ്പോൾ അതെന്താണ് ഈ പ്രസ്താവന? മൂന്നാമത്തെ എന്താണ്? ശരിയാണ്. ഇനി അടുത്ത്, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ എന്നിവ എൻസൈമുകളാണ്. ഒരു എൻസൈമാണോ? ഹോർമോൺസ് അല്ലേ? അപ്പം രണ്ടാമത്തതും നാലാമത്തതും തെറ്റാണ്. 2ഉം 4ഉം തെറ്റാണ്. അപ്പം ഇതിൽ നോക്കുക, ഇതിൽ ഏതൊക്കെയാണ് ശരിയാണെന്ന് പറഞ്ഞത്? ഇതാ 1, 3 ശരി, 2, 4 തെറ്റ്. അപ്പം ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി. അപ്പം ചില ആൾക്കാർക്ക് തെറ്റിയിട്ടുണ്ടാവും, സാരല്ല, നമ്മളെന്താവുക ശ്രദ്ധിക്കണം. ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് നോക്കണം. പ്രസ്താവനയും കാരണം വിശകലനം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാറുണ്ട്. പ്രസ്താവന ഇതാ, ആമാശയത്തിൽ വെച്ച് ആഹാരം കുഴമ്പ് രൂപത്തിലാവുന്നു. അതായത് സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഫുഡ് എന്താവുന്നു? കൺവേർട്ട് ഇൻ പേസ്റ്റ് ഫോം അല്ലേ? അതിന് കാരണം ആമാശയത്തിൽ ട്രിപ്സിൻ ആഹാരത്തെ കുഴമ്പ് രൂപത്തിൽ. ട്രിപ്സിൻ ആമാശയത്തിലാണോ? പെപ്സിനല്ലേ ആമാശയത്തിൽ ഉണ്ടാവുക. അപ്പം ആ പ്രസ്താവന കാരണം റീസൺ എന്താണ്? തെറ്റാണ്. അപ്പോൾ നോക്കുക, പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റ്. ശരിയല്ലേ? പ്രസ്താവന തെറ്റ്, കാരണം ശരി. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ചിത്രീകരണ വിഷയങ്ങളിൽ ABCD എന്നിവ തിരഞ്ഞെന്ന് ശരി ഉത്തരം തിരഞ്ഞെടുക്കാം. ഓക്കെ, ഒന്ന് പൾമണറി, ശ്വാസകോശ ധമനി എന്ന് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഏതാണ്? ശ്വാസകോശം. എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസകോശം. പിന്നെ അവിടുന്ന് എടുക്കത്തി ശ്വാസകോശ സ്ഥിര. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷനാടാ? ഓപ്ഷൻ ഡി ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് ശരി. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് സി യെസ് മഹാധമനി വഴി. ഓക്കെ, ശരിയാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരി. അപ്പം ഈ എത്ര ആൻസർ നമ്മൾ 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പം ഇതിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സെറ്റിൽ ചെയ്യുന്നടാ. ഇനി അടുത്തതായി വരുന്നതാണ് ഈ 5 തൊട്ട് 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ 2 സ്കോർ വീതമാണ്. ഇപ്പം 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, പ്രസ്താവന മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ അന്നജമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. അതായത് ഫോട്ടോസിന്തസിസ് കഴിയുമ്പോൾ ഗ്ലൂക്കോസിനെ എന്താക്കി സ്റ്റാർച്ചായി കൺവേർട്ട് ചെയ്യുന്നു നമ്മൾ കേട്ടില്ലേ? അപ്പോൾ ഇതിൽ ഇങ്ങനെ സംഭരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? അതായത് ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചായി കൺവേർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താ? ഗ്ലൂക്കോസ് എന്താ? സോലുബിൾ ഇൻ വാട്ടർ അല്ലേ? ജലത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകണതല്ലേ? അതുകൊണ്ട് എന്താവും അതിനെന്താക്കുന്നുണ്ട്? സ്റ്റാർച്ചാക്കി കൺവേർട്ട് ചെയ്യുക, അന്നജാക്കി കൺവേർട്ട് ചെയ്യണത്. ഇനി അടുത്ത്, പഴവർഗ്ഗങ്ങളിലും പയറുവർഗ്ഗങ്ങളിലും അന്നജം ഏത് രൂപത്തിലാണ്? പഴവർഗ്ഗം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൽ അതിലെന്താണ്? ഫ്രക്ടോസ് അല്ലേ? അടുത്ത് ലെഗ്യൂംസിൻ്റെ ഇതിലൊക്കെ എന്താ? പ്രോട്ടീൻ ആയിട്ടല്ലേ? അപ്പോൾ ഇതിന് ആൻസർ അങ്ങനെ ചെയ്താൽ. ഇനി ഭക്ഷണവും പ്രാണവായു മാത്രമല്ല, നിത്യജീവിതത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത സേവനങ്ങളാണ് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഉദാഹരണ സഹിതം നമുക്ക് എന്തെല്ലാം എഴുതാം? നമ്മൾ ആ കണ്ടൽ കാടിൻ്റെ പ്രത്യേകത ഇതേപോലെ, മാംഗ്രോവ് ട്രീൻ്റെ പ്രത്യേകത, സോയിൽ ഇറോഷന്, മണ്ണൊലിപ്പ് തടയുക, ഇതൊക്കെ എഴുതാം. അതേപോലെ തന്നെ നമ്മളെന്താണ്, നമ്മളെ കുരുമുളക്, പെപ്പറിനെ കുറിച്ച് എഴുതാം. പിന്നെന്താ, നമ്മളെ റബ്ബറിനെ കുറിച്ചൊക്കെ നമുക്ക് എഴുതാമല്ലോ. അതൊക്കെ നമുക്ക്
ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന അതേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നീട്ടി പരത്തേണ്ടി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്റെ മക്കൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഏറ്റവും അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഇതിൽ ബി ഓർ ക്വസ്റ്റ്യൻ എന്താ, കണ്ടൽ ഗാർഡനെ കുറിച്ചാണ്. നമ്മൾ മാംഗ്രോസ്റ്റീനെ സാർ പ്രെഡിക്റ്റ് ചെയ്തതാ, അതിനെക്കുറിച്ച് 2 മാർക്ക് ചോദിക്കുന്നു. ഇതാ 2 മാർക്കാണ്, കണ്ടോ, 2 മാർക്കിന് ചോദ്യമാണ്. 2 മാർക്കിന് ചോദ്യം എന്താ വന്നത്, എന്ത് കണ്ടൽ ഗാർഡന്റെ പ്രത്യേകത എന്തൊക്കെ, നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം അല്ലേ, അതേപോലെ തന്നെ സുനാമി പ്രിവെൻറ്റ് സുനാമി, പിന്നെന്താ നമ്മളെ ബയോഡൈവേഴ്സിറ്റിൻ്റെ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ 4-5 പോയിന്റ്സ് പറഞ്ഞില്ലേ, ആ പോയിന്റ്സിൽ ഒരു 4 പോയിന്റ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ മക്കൾക്ക് ആ ഭാഗം ക്ലിയർ ആവുന്നതാണ് വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, നമ്മൾ ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, ഈ സൂചകങ്ങളുടെ അടിസ്ഥാനം താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞു. ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെ ആഹാരത്തെ ചെറുകണികളാക്കി മാറ്റുന്നു. അതായത് ത്രൂ ദി സ്ട്രോങ് കോൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഇൻ ദി സ്റ്റൊമക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഫുഡ് ഈസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു. 2ാമത്തെ, സങ്കീർണമായ പോഷകഘടകങ്ങൾ എൻസൈമുടെ പ്രവർത്തനത്താൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നു. അതായത് കോംപ്ലക്സ് ന്യൂട്രിയൻസ് ആർ ബ്രേക്ക് ഡൗൺ ഇൻ ടു സിംപ്ലർ കോംപ്ലക്സ് ത്രൂ ദി ആക്ഷൻസ് ഓഫ് എൻസൈംസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അടുത്ത് 1, 2 ഓരോന്നും എന്തിനാണ് സൂചിപ്പിക്കുന്നത്, അതായത് ഇവിടെ ഒരു മസിൽസിൻ്റെ സഹായത്തോടല്ലേ, അതെന്താ മെക്കാനിക്കൽ ഡൈജഷൻ 2 ടൈപ്പില്ലേ, കെമിക്കലുണ്ട് മെക്കാനിക്കലുണ്ട്, യാന്ത്രികമുണ്ട് രാസിക ദഹനമുണ്ടല്ലേ. അപ്പോൾ ഇതിലേതാ, ഇത് യാന്ത്രികം മെക്കാനിക്കലോ, ഇതോ രാസികം കെമിക്കൽ ഡൈജഷനോ. അടുത്ത് ഈ 2ാമത്തെ പ്രക്രിയയിൽ പെപ്സിൻ എൻസൈമിൻ്റെ പങ്ക്, പെപ്സിൻ്റെ ധർമ്മം എന്താണ്, പാർഷ്യലി ഡൈജസ്റ്റ് പ്രോട്ടീൻ അല്ലേ, പ്രോട്ടീനെ ഭാഗികമായി ദഹിപ്പിക്കുന്നതല്ലേ, അവിടെ അത് ഇതിച്ചാൽ മതിയടാ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ഇവിടെ എക്സ് വൈ എന്തിനാടാ സൂചിപ്പിക്കണേ, എക്സ് എന്തിനെ സൂചിപ്പിക്കണേ, ഗ്രാനയല്ലേ, എക്സ് എന്തിനെ സൂചിപ്പിക്കണേ, ഗ്രാന. എക്സ് എന്തിനാണ്, ആടോ പോയോ, എക്സ് എന്തിനാണ്, ഗ്രാന. ഇതെന്തിനെ, വൈ എന്തിനെ, സ്ട്രോമ അല്ലേ. അടുത്ത് ഇവിടെ നടക്കുന്ന ഗ്രാനിൽ വെച്ചിട്ടല്ലേ ലൈറ്റ് ഫേസ് നടക്കണേ, ലൈറ്റ് ഫേസ് പ്രകാശഘട്ടം നടക്കണം ഇവിടെ വെച്ചിട്ടല്ലേ. ഇവിടെ വെച്ചിട്ടോ ഇരുണ്ട ഘട്ടം ഡാർക്ക് ഫേസ്, ഡാർക്ക് ഫേസ് നടക്കണ അവിടെ വെച്ചിട്ടാ, ഡാർക്ക് ഫേസ് നടക്കണ അവിടെ വെച്ചിട്ടാ, നമ്മളെ സ്ട്രോമയിൽ വെച്ചിട്ടാ. അപ്പോൾ അവിടെ അങ്ങനെയാണ് ചോദിച്ചത്. എന്നാൽ ഇത്ര ക്വസ്റ്റ്യൻസിൻ്റെ മക്കൾക്ക് സെറ്റിലടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9ാമത്തെ ചോദ്യം. ശ്വാസനാളവും അന്നനാളവും രസനിയിലേക്ക് തുറക്കുന്നുണ്ടെങ്കിലും ആഹാരം വിഴുങ്ങുമ്പോൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാറില്ല. ഇത് സാധ്യമാകുന്നത് എങ്ങനെ? Although the both trachea and esophagus open into the pharynx, food does not enter the trachea during swallowing. How is this made possible? അതായത് നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗത്തിൽ 2 കുഴലുകളുണ്ട്. ഒന്ന് ശ്വാസം പോവാനുള്ള ട്രക്കിയ ശ്വാസനാളം, മറ്റേതേതാ അന്നനാളം. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും ഒടുക്ക് പോകുന്നില്ല, ശ്വാസനാളത്തിലേക്ക് പോകാൻ കാരണം നമ്മുടെ സ്വാലോവിങ്ങിൻ്റെ സ്റ്റെപ്പിലെ 3ാമത്തെ 4ാമത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടി. 3ാമത്തെ 4ാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, നമ്മൾ ട്രക്കിയ ശ്വാസനാളം റൈസസ് അപ്പ്, മുകളിലേക്ക് ഉയർന്നിട്ട് ഒരു സ്ട്രക്ചർ ഇല്ലേ, അതിൻ്റെ പേരെന്താ എപ്പിഗ്ലോട്ടിസ് അല്ലേ. ആ സ്വാലോവിങ് വിഴുങ്ങൽ പ്രവർത്തനത്തിന് അവിടെ അല്ലേ എപ്പിഗ്ലോട്ടിസ് എവിടേക്ക് എത്തുന്നത് തടയും, ട്രക്കിയ ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം എത്തുന്നത് തടയും. അതേപോലെ തന്നെ നാക്കിൻ്റെ പിൻഭാഗം, പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ടങ്, നാക്കിൻ്റെ പിൻഭാഗം എന്തിനെ സഹായിക്കുക, ഭക്ഷണത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ കടത്തിവിട്ട് എവിടേക്ക് എത്തിക്കുന്നു, ഈസോഫാഗസിലേക്ക് എത്തിക്കുന്നു. ഫുഡ് അലൗ ടു മൂവ് ഓവർ ദി എപ്പിഗ്ലോട്ടിസ് ഇൻ ടു ദി ഈസോഫാഗസ്. ആ സ്വാലോവിങ്ങിൻ്റെ ഭാഗത്തിലെ 3ാമത്തെയും 4ാമത്തെയും ബോക്സാണ് അവിടെ എഴുതിക്കണ്ടി. എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? സെറ്റല്ലേ. അപ്പോൾ നമ്മൾ ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. 10ാമത്തെ വെറും 18 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. രക്തക്കുഴലുകളുടെ ചില പ്രത്യേകതകൾ തന്നിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കട്ടി കൂടിയ ഇലാസ്റ്റികതയുള്ള ഭിത്തി ഏതാടാ? ധമനി, ആർട്ടറി അല്ലേ. നമ്മൾ ഇവിടെ നിന്ന് എഴുതിയേക്കുക ധമനി, ആർട്ടറി. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതം, സിംഗിൾ ലയേർഡ് സെൽസിനോട് നിർമ്മിച്ച വാൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതാ? ലോമിക കാപ്പിലറി. ഓക്കെ, അടുത്ത് കട്ടി കുറഞ്ഞ ഭിത്തി വാൾവ് കാണപ്പെടുന്നു. ഇതേതാ? സിര വെയിന് അല്ലേ. അടുത്ത് 1, 2 എന്നീ രക്തക്കുഴലുടെ പേരെഴുതുക. നമ്മൾ എഴുതി ഏതാണ്? 1 ഏതാ? ധമനി ആർട്ടറി. 2 ഏതാ? ഒറ്റനിര കോശങ്ങൾക്കുണ്ട് ലോമിക. അടുത്ത് 3 എന്ന രക്തക്കുഴലിൽ കാണപ്പെടുന്ന വാൾവുകളുടെ ധർമ്മം എന്ത്? വാൾവുകളുടെ ധർമ്മം എന്താ? ബാക്കിലേക്ക്, അതായത് ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനാ. രക്തം, അതായത് സിര എന്ന് പറഞ്ഞാൽ എന്താ? വെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയമാണെങ്കിൽ ഹൃദയത്തിലേക്ക് രക്തത്തെ കൊണ്ടുവരുന്ന കോയിലിൻ്റെ പേരല്ലേ സിര വെയിൻ എന്ന് പറഞ്ഞാൽ. ഇതുകൂടെ പോണ രക്തം ഇങ്ങനെ ലോ പ്രഷർ ലോ സ്പീഡിൽ പോവുക. അപ്പോൾ ഈ കാലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മെല്ലെ രക്തം വരുമ്പോൾ ബാക്ക് ഫ്ലോ എന്താണ്, പിറകോട്ട് തന്നെ രക്തം ഒഴുകാനുള്ള ചാൻസ് ഇല്ലേ, അത് പ്രിവെൻറ്റ് ചെയ്യാൻ, അത് തടയാനാണ് എന്തുള്ളത്? പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ.
പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ. ബിക്കോസ് എന്താണ് നമ്മൾ വെയിന് സിരയിലൂടെ എങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുക, ബ്ലഡ് എങ്ങനെ പോവുക, ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡിലാണ് ഫ്ലോ ചെയ്യുക. കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും സഞ്ചരിക്കുന്നത് കൊണ്ട് രക്തം പിറകോട്ട് സഞ്ചരിക്കുവാൻ ചാൻസ് ഉണ്ട് അല്ലേ, സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തടയാനാണ്, പിറകോട്ടുള്ള നമ്മുടെ രക്തത്തിൻ്റെ പ്രവാഹം തടയാനാണ് എന്തുള്ളത്, വാൾവുകളില്ലേ. അതിനെക്കുറിച്ച് എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻ അതിലെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. ഓക്കെ, നോക്കിക്കോ, ഈ ഓർ ക്വസ്റ്റ്യൻ കൂടി എൻ്റെ മക്കൾ നോക്കുക. അത് നോക്കുമ്പോൾ ഈ ഓർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ശ്വസനവാതങ്ങളുടെ വിനിമയത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന രക്തകോശമാണ് RBC, റെഡ് ബ്ലഡ് സെൽ അല്ലേ. റെഡ് ബ്ലഡ് സെൽസിനെ കുറിച്ചാണ് ചോദിച്ചത്. ഓക്കെ, RBC ഇൻ ദ ബ്ലഡ് സെൽ ദാറ്റ് പ്ലേസ് ദ മേജർ റോൾ ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ഓക്കെ, മറ്റു 2 തരം രക്തകോശങ്ങൾ ഏതെല്ലാം? RBC ഉണ്ട്, WBC ഉണ്ട്, വെളുത്ത രക്തകോശം ഉണ്ട്, പിന്നെ പ്ലേറ്റ്ലെറ്റും ഇല്ലേ. ഓക്കെ, അവയുടെ ധർമ്മം. പ്ലേറ്റ്ലെറ്റ് എന്തിനാ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു, ഹെൽപ്പ് ഇൻ ദി ബ്ലഡ് ക്ലോട്ടിങ്. അടുത്ത് WBC എന്തിനാ? പ്രിവെൻറ്റേഷൻ, അല്ലെങ്കിൽ എന്താണ്, ഹെൽപ്പ് ടു ഇമ്മ്യൂണിറ്റി അല്ലേ. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും രോഗപ്രതിരോധത്തിന് സഹായിക്കുക. ഹെൽപ്സ് ടു എന്താണ്, ഡിഫൻസ് മെക്കാനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ WBC. നമ്മുടെ ബോഡിയിലേക്ക് എന്തെങ്കിലും ഒരു പാത്തജൻസോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ പോലാണ് എന്ത്, WBC, വൈറ്റ് ബ്ലഡ് സെൽ. ഓക്കെ, പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി, അതും എഴുതാം. എന്താണ്, രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു എന്ന് എഴുതാം. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ മറ്റേതാണ് WBC, പ്ലേറ്റ്ലെറ്റും. പ്ലേറ്റ്ലെറ്റ് എന്തിനാ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, ഹെൽപ്സ് ഇൻ ദി ബ്ലഡ് ക്ലോട്ടിങ്. മറ്റേതാരാ? അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഹെൽപ്സ് ഇൻ ദ ഡിഫൻസ് മെക്കാനിസം, അതൊക്കെ എഴുതാം. ഓക്കെ, അതായത് ഇമ്മ്യൂണിറ്റി, പ്രതിരോധം ഉണ്ടായാൽ മതി അതിൽ. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. XYZ എന്നീ വ്യക്തികളുടെ രക്തസമ്മർദ്ദം പരിശോധന ഫലം ചിത്രത്തിൽ നൽകുന്നു. കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട്, നോക്കടാ. ഇതിൽ Xൻ്റെത് 120ഉം ഇവിടെ 80ഉം. ഓക്കെ, ഇതിൽ 140ഉം ഇവിടെ ഒരു 100 അല്ലേ. ഇവിടെ ഇതിൻ്റെത് 80ഉം ഒരു 60ഉം ആ ഒരു ലെവലിലാണ് തന്നത്. നമ്മൾ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്. ഓക്കെ, ഏത് വ്യക്തിയിലാണ് സാധാരണ രക്തസമ്മർദ്ദം ഉള്ളത്? ആരിലാണ് നോർമൽ ഉള്ളത്? Xലാണ്. Xൽ കാരണം 120/80 mmHg. നമ്മൾ ഇന്നലെ പ്രഡിക്റ്റ് ചെയ്തില്ല മക്കളെ, ഈ ബ്ലഡ് പ്രഷറിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നു അല്ലേ. ബ്ലഡ് പ്രഷറിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ശരിയല്ലേ. ഓക്കെ, അടുത്ത് Y എന്ന വ്യക്തിയിലെ അനുവർത്തിക്കേണ്ട ജീവിതശൈലിയും ആഹാര രീതിയെയും കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. വൈയിൽ എന്താടാ? ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം കൂടുതലാണ്. കാരണം 140/80 100 എത്ര ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് എന്താ? ഹൈപ്പർ ടെൻഷനാണ്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഏതൊക്കെ ഫുഡ് ഹാബിറ്റ്സ് ആണ്? ഞാൻ നല്ല അതേ ക്വസ്റ്റ്യൻ്റെ മക്കളോട് പറഞ്ഞു, ഉപ്പുള്ള സാൾട്ട് കണ്ടൻറ്റ് ഫുഡ് എന്താവുക, കുറയ്ക്കുക. അതേപോലെ തന്നെ കൊഴുപ്പ്, ഫാറ്റ് കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്താവുക, അതുപോലെ എന്താണ്, ശീലമാക്കുക. കണ്ടന്റ് കുറഞ്ഞ ഭക്ഷണം എന്താവുക, ശീലമാക്കുക. ഇതൊക്കെയാണ് അയാളോട് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അടുത്ത് ഇനിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ എത്ര മാർക്കാടാ? ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇത്ര എൻ്റെ മക്കൾക്ക് സെറ്റിലടാ. ഇനിയുടെ എല്ലാവരും 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വാ. ആദ്യം മെറ്റബോളിസം സുഗമമായി നടക്കുന്നു എന്ന് പറഞ്ഞു. മെറ്റബോളിസം സുഗമമായി നടക്കുന്നു എന്ന് പറഞ്ഞു. ആന്തര സമസ്ഥിതി പാലനം എന്ന് പറഞ്ഞു. ജന്തുക്കളിലെയും സസ്യങ്ങളിലെയും ആന്തര സമസ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കുക. ജന്തുക്കൾ, അനിമൽസിലും പ്ലാന്റ്സിലും ആന്തര സമസ്ഥിതി എന്താ? അനിമൽസ്, നമ്മൾ മനുഷ്യന്മാരൊക്കെ ജന്തുക്കൾ, അനിമൽസ് അല്ലേ. നമ്മൾ ആന്തര സമസ്ഥിതി പാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോസ്റ്റാറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ്. ഓക്കെ, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഉള്ള കോമ്പണൻസ് ഒക്കെ നല്ലപോലെ നടക്കണതിന് പറഞ്ഞ പേരാണ് എന്ത്? ആന്തര സമസ്ഥിതി പാലനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി പ്ലാന്റ്സ്, സസ്യങ്ങൾ നോക്കുന്ന സമയത്തോ 3 ആൾക്കാരാ. ഒന്ന് എന്താണ്? ഓലെ സെൽവാള്, കോശഭിത്തി, പിന്നെന്താണ് കോമ്പണൻസും. രണ്ടാമത് എന്താണ്? ഓലെ എയർ സാക്ക്, വായു അറകൾ. മൂന്നാമത് എന്താ? നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് പോലെ ഒരു കോശങ്ങൾക്കിടയിലെ ദ്രാവകമുണ്ട്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ആന്തര സമസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തേണ്ട പ്രാധാന്യം, അതായത് ഹോമിയോസ്റ്റാറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രാധാന്യം എന്താ? നമ്മൾ ബോഡിയിൽ ഹോമിയോസ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ കോശങ്ങൾക്കിടയിൽ ഒരു സെല്ല്, 2 സെല്ല്, ഈ സെല്ലുകൾക്കിടയിലെ ഗ്യാപ്പിലുള്ള ഫ്ലൂയിഡിനെ പറഞ്ഞ പേരല്ലേ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. കോശങ്ങൾക്കിടയിലെ ദ്രവം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള കോമ്പണൻസ്, ഇതിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടോ ഇതിനൊക്കെ അളവ് ഈക്വലായി നിൽക്കുന്നതിന് പറഞ്ഞ പേരല്ലേ ഹോമിയോസ്റ്റാറ്റ്സ്. ഇത് നല്ല പോലെ നടന്നാലേ നമ്മളെ മെറ്റബോളിസം നല്ല പോലെ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ലൈഫ് പ്രോസസ്സ്, ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഇതൊക്കെ നല്ല പോലെ നടന്നാൽ മാത്രമേ എന്താവുള്ളൂ, ഹോമിയോസ്റ്റാറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്താലേ ലൈഫ് പ്രോസസ്സ് ഒക്കെ നല്ല പോലെ നടക്കുള്ളൂ. ഇനി ഇതിനെന്തെങ്കിലും ഏറ്റക്കുറച്ചില്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പണൻസ് കൂടി
കാൽഷ്യം കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്റേണൽ എൻവയോൺമെൻറ്റിന് തന്നെ എന്താവും നമ്മൾ ഉൾഭാഗത്തുള്ള ആ ഒരു പരിസ്ഥിതി തന്നെ ബാധിക്കും. അതേപോലെ തന്നെ നമ്മളെ ലൈഫിന് എന്താവും അതൊരു വെല്ലുവിളിയായി മാറും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മഞ്ഞ ബോക്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കളെന്താവുക ആ ഭാഗം ഒന്ന് ക്ലിയർ ആക്കണം കേട്ടോ. അപ്പോൾ അതാണ് 12ാമത്തെ ചോദ്യത്തിൽ വരുന്നത്. ഇനി 13ാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് നമ്മളെ ടീത്തിൻ്റെ ചിത്രം. ഓക്കെ, ടീത്തിൻ്റെ ചിത്രം എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മക്കൾ നോക്കി എക്സ് വൈ. എക്സ് എന്താ ഡെൻഡൈന, വൈ എന്താ പൾപ്പ, സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ സിമെൻറ്റം. ഓക്കെ, എക്സ് വൈ എന്ന് ഭാഗം തിരിച്ചൊന്ന് അടയാളപ്പെടുത്തുക. പകർത്തി വരക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിനൊരു മാർക്കാണ് മക്കളെ, നോക്കുക. ഓക്കെ, അപ്പോൾ എക്സ് എന്താണ് ഡെൻഡൈന്, വൈ എന്താ പൾപ്പ്, സെഡ് എന്ന ഭാഗത്ത് ധർമ്മം, സെഡ് എന്താ സിമെൻറ്റം അല്ലേ, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു ഹെൽപ് ടു ഹോൾഡ് ഇൻ ദ സോക്കറ്റ് ഓഫ് ജേം അല്ലേ. പിന്നെന്താ കാൽഷ്യം കണക്റ്റീവ് ടിഷ്യൂ, കാൽഷ്യം അടങ്ങിയിരിക്കുന്ന യോജകല, അതാണ് സെഡിൻ്റെ ആൻസർ. ഇനി അടുത്ത എല്ലാവരും നോക്കടാ 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ഒരു വില്ലസിൻ്റെ ചിത്രം തന്നെ, ഈ വില്ലസിൻ്റെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയത് ഏതാടാ, ലാക്റ്റിയൽ അല്ലേ. ഈ എക്സ് എന്ന ഭാഗം ആഗിരണം ചെയ്യുന്നത് ഈ എക്സ് ആരെടാ, ലാക്റ്റിയൽ വലിച്ചെടുക്കുന്ന ആരെ, ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും അല്ലേ വലിച്ചെടുക്കുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് ആകിരണ പ്രക്രിയ കാര്യക്ഷമമാക്കാൻ വില്ലസിന്റെ ഘടന എപ്രകാരം സഹായിക്കുന്നു. വില്ലസിന്റെ സ്ട്രക്ചറാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അല്ലേ, അതായത് ചെറുകുടലിൻ്റെ ഉള്ളിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അല്ലേ. അതായത് ഇതിങ്ങനെ വളഞ്ഞ് നിൽക്കുമ്പോൾ പ്രതലതലം സർഫസ് ഏരിയ ഇൻക്രീസ് ആവുമല്ലേ. സർഫസ് ഏരിയ ഇൻക്രീസ് ആവുമ്പോൾ എന്താ നമുക്ക് ആ വസ്തുക്കൾ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ കഴിയൂലേ. അവിടെ അതാണ് ഇതിൻ്റെ കേട്ടോ മക്കളെ. അടുത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ബി ക്വസ്റ്റ്യൻ നോക്ക്. പോർട്ടൽ പര്യായനത്തിന് ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചെറുകുടൽ ഡാഷ് എക്സ്, കരൾ ഡാഷ് വൈ. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകുടലിൽ നിന്ന് പോകുന്നതല്ലേ പോർട്ടൽ സിര, പോർട്ടൽ വെയിന്. എക്സ് ഏതാണ്, സൂചിപ്പിക്കുന്ന രക്തക്കുഴൽ ഏതെല്ലാം. എക്സ് എന്താ പോർട്ടൽ വെയിന്, പോർട്ടൽ സിര. ഇതെന്താ ഹെപ്പാറ്റിക് വെയിന്, ഹെപ്പാറ്റിക് സിര. ഓക്കെ, അതുവഴി ഹൃദയത്തിലേക്ക് എത്തി. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എന്നിവ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. അതായത് ചെറുകുടലിലെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ഇത് എങ്ങനെയാണ് എത്തുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലോ ചാർട്ട് പറഞ്ഞ പോലുമല്ലേ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ഇതിനൊക്കെ ആര് വലിച്ചെടുക്കും, നമ്മളെ ചെറുകുടലിൽ സ്മോൾ ഇൻഡസ്ട്രിയിലെ വില്ലസിലുള്ള ബ്ലഡ് കാപ്പിലറി വലിച്ചെടുക്കും. ആ ബ്ലഡ് കാപ്പിലറി എവിടെ എത്തും, ആ ബ്ലഡ് കാപ്പിലറി പോർട്ടൽ സിര, പോർട്ടൽ വെയിന് വഴി എടുക്കുന്നതും കരളിലെത്തും. കരളിലെത്തിയതിനു ശേഷം അതെന്താവും ഹെപ്പാറ്റിക് സിര, ഹെപ്പാറ്റിക് വെയിന് വഴി എടുക്കത്തും സുപ്പീരിയർ ഇൻഫീരിയർ വീനാക്കാവ ഊർജ്ജ അതോ മഹാസിരയിലേക്ക് എത്തും. അവൾ നേരെ എടുക്കത്തും ഹൃദയത്തിലേക്ക് എത്തും. സെറ്റല്ലേ. ഇനി അടുത്ത് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിശ്ചയിക്കുന്ന പോസ്റ്റിന്റെ തലക്കെട്ട് നോക്കി. കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് കാരണമാകും, ഹൃദയാരോഗ്യത്തെ ബാധിക്കും. തലക്കെട്ടിന് സാധൂകരിച്ച് എന്തെങ്കിലും 2 ആരോഗ്യ പ്രശ്നങ്ങൾ എഴുതുക. അതായത് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിറോസ്ക്ലീറോസിസ്, കൊറോണറി ത്രോംബോസിസ്, നമ്മൾ ആ ഒരു ബോക്സിലുണ്ടല്ലോ അതിറോസ്ക്ലീറോസിസ്, കൊറോണറി ത്രോംബോസിസ്, പിന്നെന്താ നമ്മൾ ഹാർട്ട് അറ്റാക്ക്, അതൊക്കെ എഴുതാം. 2 എഴുതാനാണ് പറഞ്ഞത്. ഹൃദയാരോഗ്യം നിലനിർത്തുന്ന അനുവർത്തിക്കേണ്ട എന്തെങ്കിലും 2 ശീലങ്ങൾ, വ്യായാമം ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. 2 എഴുതാൻ പറഞ്ഞു, നമുക്ക് എന്തു എഴുതാം. അടുത്ത് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. നമ്മളെ പ്രഡിക്ഷൻ ദേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞു, ദേ ക്വസ്റ്റ്യൻ തന്നെ വന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. പദാർത്ഥ വിനിമയത്തിൻ പ്രക്രിയ ഏതാണ്? ഇത് ഏതാ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലേ. ഈ പ്രക്രിയ ഏതെങ്കിലും 2 സവിശേഷം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താ? ഗാഢത കൂടിയ ഭാഗത്തു നിന്ന്, കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഒരു പ്രോട്ടീൻ്റെ ഹെൽപ്പോടെ, പ്രോട്ടീൻ്റെ സഹായത്തോടെ എനർജി ATP ഊർജം ഉപയോഗിച്ച് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്സിനെ പറഞ്ഞ പേരാണിത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ എന്താ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നുള്ള ആ സാധനം കൃത്യമായി എഴുതിയിരിക്കണം. 2 മാർക്കിനാണ് വിശദീകരിക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ സസ്യങ്ങളിൽ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാണ് പദാർത്ഥങ്ങൾ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും കോശദ്രവ്യത്തിലേക്ക് എത്തുന്നത്. അവ ഏതെല്ലാമാണ്? നിങ്ങൾക്കറിയില്ലേ, നമ്മളൊന്ന് സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ സെല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ്, പിന്നെന്താ പ്ലാസ്മ മെമ്പറൈൻ, പിന്നെന്താ പ്ലാസ്മോഡെസ്മേറ്റ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഈ ചിത്രം നമ്മളെ പ്രെഡിക്റ്റഡ് വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതെന്തിനെ കുറിച്ച് ചോദിച്ചിരിക്കും. ആ 3 കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ എഴുതണ്ടേ. ഒന്നേതാ നമ്മൾ കോശങ്ങൾക്കിടയിലെ വിടവിലൂടെ, ഇൻ്റർസെല്ലുലർ സ്പേസിലൂടെ, പിന്നെന്താ നമ്മളെ പ്ലാസ്മോഡെസ്മേറ്റ, അതായത് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ, കോശദ്രവ്യങ്ങൾക്കിടയിൽ ആ ഗ്യാപ്പില്ലേ, വിടവില്ലേ, അതിലൂടെ. പിന്നെ 3ാമത്തെ എന്തായിരുന്നു പറഞ്ഞത്, നമ്മളെ പ്ലാസ്മ മെമ്പറൈൻ, പ്ലാസ്മ സ്റ്റെറത്തിലൂടെ. അതിനെക്കുറിച്ച് എൻ്റെ മക്കൾ എഴുതിയിട്ടുണ്ടാവില്ലേ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ലേ, ഓസ്മോസിസിനെ കുറിച്ച് ഈ ചിത്രം തന്നെ ചോദിക്കും. ഞാൻ പറഞ്ഞതാ
അപ്പോൾ ഈ ചിത്രം തന്നെ എന്തുണ്ട് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നോക്കിക്കോ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രക്രിയ ഇത് ഓസ്മോസിസ്. നമുക്കറിയാം ഈ പ്രക്രിയ കോശങ്ങളിൽ മാറ്റത്തിന് കാരണമാകുന്നത്. ഈ റിയോ ഇല എന്ന് പറഞ്ഞ ഇതിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ശുദ്ധജലത്തിലാകുമ്പോൾ ഇതിലെന്താണ് ഗാഢത, എന്താണ് കോൺസെൻട്രേഷൻ, എന്താണ് വാട്ടറിൽ, പ്യുവർ വാട്ടറിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഈ റിയോയിൽ ഇതിലിടുന്ന സമയത്ത് ഇതിൽ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് എന്താകും, കോൺസെൻട്രേഷൻ കൂടിയ പ്യുവർ വാട്ടറിൽ നിന്ന് റിയോയിലേക്ക് റിയോ ലീഫിലേക്ക് എന്താവും കൂടുതൽ വാട്ടർ എത്തിയിട്ട് ഇതെന്താവും വീർത്ത് വരും. ഇനി ഇതിൽ നോക്കി, ഇത് ചുരുങ്ങിക്കല്ലേ, ഇത് ഉപ്പ് വെള്ളത്തിലിടുമ്പോൾ എന്താ, ഉപ്പ് വെള്ളത്തിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ, ജല തന്മാത്രയുടെ ഗാഢത എന്താ കുറവാ. ഇതിലേക്ക് ആ റിയോ ഇലൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് ജലത്തിൻ്റെ. അപ്പോൾ എന്താവും റിയോ ഇലയെന്നില്ല വാട്ടർ മൊത്തം പോയിട്ട് ഇവിടേക്ക് ഉപ്പിക്ക് പോയിട്ട് എന്താവും അത് ചുരുങ്ങും. നമ്മളെ മാങ്ങല്ലേ, കണ്ണിമാങ്ങ നമ്മൾ ഉപ്പിലിടുമ്പോൾ എന്താ സംഭവിക്കണേ, ഒരു മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ ചുളുങ്ങും. അതിന് കാരണം എന്താ, ആ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഉപ്പിൽ ഇട്ട് കഴിയുമ്പോൾ ഇതിലുള്ള വാട്ടറൊക്കെ ആര് വലിച്ചെടുക്കും, ആ ഉപ്പ് വലിച്ചെടുക്കും. കാരണം ഉപ്പ് സാൾട്ട് സൊല്യൂഷനിൽ എന്ത് കുറവാണ്, കോൺസെൻട്രേഷൻ, വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് ജലതന്മാത്രയുടെ ഗാഢത കുറവാണ്. ഓക്കെ, അപ്പോൾ റിയോ ഇലയിലാണ് കൂടുതൽ എന്തില്ല വാട്ടറിൽ. അപ്പോൾ അവിടുന്ന് ഉണ്ടായി ഇവിടേക്ക് പോയി. ഓക്കെ, ഇതിനെക്കുറിച്ച് ചെയ്തൂലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കതാ, 11ാമത്തെ ചോദ്യം നോക്ക്, 4 മാർക്കാട്ടോ. കാർഡിയാക് സൈക്കിളുമായി ബന്ധപ്പെട്ട ചുവരെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടക്കുമ്പോൾ രക്തം പ്രവേശിക്കുന്ന രക്തക്കുഴലുകൾ ഏതെല്ലാം? വെൻട്രിക്കുലാർ സിസ്റ്റോൾ, വെൻട്രിക്കിൾ ചുരുങ്ങുമ്പോൾ ഒന്ന് നോക്കടാ നമ്മൾ വേറെ സ്ലൈഡൊന്നും വെച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ നോക്കി അറിയില്ല. വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടക്കുന്ന സമയത്ത് നടക്കുന്നത് എന്താ, വെൻട്രിക്കിൾ ഇവിടുന്ന് പോണ കോയിലേതാ, പൾമണറി ആർട്ടറി, ഇവിടുന്ന് പോണതോ അയോട്ട, മഹാധമനി അല്ലേ. അപ്പം ശ്വാസകോശ ധമനിയിലേക്കും മഹാധമനി അയോട്ടയിലേക്കുമാണ് എന്താണ് പാർട്ടിക്കിൾസ് വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ സമയത്ത് പോകുന്നത്. അടുത്ത് വെൻട്രിക്കുലർ സങ്കോചിക്കുമ്പോൾ രക്തം തിരികെ ഏട്രിയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഇതിൽ എന്തുണ്ട്, വാൾവില്ലേ, സെമി ലൂണാർ വാൾവില്ലേ, അതായത് പൾമണറി ആർട്ടറിക്ക് എന്തുണ്ട്, വാൾവുണ്ട്, അയോട്ട മഹാധമനിക്ക് എന്തുണ്ട്, വാൾവുകളുണ്ട്. ഓലെന്താവില്ല, ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനല്ലേ. ഓക്കെ, അടുത്ത് ഈ ശരത്തിനുള്ളിൽ കാണപ്പെടുന്ന ക്വസ്റ്റ്യനോടെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന എസ് എ നോഡിൻ്റെ സ്ഥാനവും ധർമ്മവും ചെയ്യുക. പേസ് മേക്കർ എവിടെ കാണടാ, നമ്മൾ റൈറ്റ് ഏട്രത്തിൻ്റെ വാളിലല്ലേ, വലത് ഏട്രത്തിൻ്റെ ഭിത്തിയിലല്ലേ പേസ് മേക്കർ കാണപ്പെടുക. ഇതെന്തിനാണ് സഹായിക്കുക? ക്വസ്റ്റ്യൻ നോക്കട്ടെ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ, ഈ പേസ് മേക്കർ നോഡിൻ്റെ സ്ഥാനവും ധർമ്മവും. സ്ഥാനം നമ്മൾ പറഞ്ഞു റൈറ്റ് ഏട്രത്തിൻ്റെ വാളിൽ, അതായത് വലത് ഏട്രത്തിൻ്റെ ഭിത്തിയിലാണ് കാണപ്പെടുക. ഇതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ താളാത്മക റിതമിക് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, അതായത് ഹൃദയം ചുരുങ്ങാനും വികസിക്കാനും, അതേപോലെ തന്നെ ഇവരെന്താവും ബ്ലഡ് റൈറ്റ് ഏട്രത്തിൽ ബ്ലഡ് നിറയുമ്പോൾ ഇവർ ഇലക്ട്രിക് വേവ്സ് ഉണ്ടാക്കൂലേ, ഇലക്ട്രിക് ചാർജ് ഉണ്ടാക്കൂലേ, അപ്പോഴാണ് എന്താവുക ഹൃദയം ചുരുങ്ങുക. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നതാണ് എന്ത്, പേസ് മേക്കർ, എസ് എ നോഡ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൃദയത്തിൻ്റെ സംരക്ഷണ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഹൃദയത്തിന് പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാടാ, പെരികാർഡിയം. ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഏതാടാ, പെരികാർഡിയം. ഈ സ്ഥലത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രവം ഏത്, ഫ്ലൂയിഡ് ഏതാ, പെരികാർഡിയൽ ഇതിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഏതാ, പെരികാർഡിയൽ ദ്രവം, പെരികാർഡിയൽ ഫ്ലൂയിഡ്. അതിൻ്റെ ധർമ്മം വ്യക്തമാക്കുക. നമ്മൾ സ്ഥിരമായി പറഞ്ഞല്ലേ, റെഡ്യൂസ് ഫ്രിക്ഷൻ ആൻഡ് പ്രൊട്ടക്ട് ഹാർട്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. ബാഹ്യ ക്ഷതങ്ങളിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിക്കുന്നു, അതേപോലെ തന്നെ ഘർഷണം കുറക്കാൻ സഹായിക്കുന്നു. ഇതിൽ സി നോക്കടാ, സ്ഥരാവരണം മാത്രമല്ല ഹൃദയത്തിൽ സംരക്ഷണം ഒഴുകുന്നത്. ഈ പ്രസ്താവനയോട് പ്രതികരണ കുറിപ്പ്. സ്ഥരാവരണം മാത്രമല്ല, നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതല്ലേ, പെരികാർഡിയം അല്ലേ, പെരികാർഡിയൽ ഫ്ലൂയിഡ് അതിന് സഹായിക്കുന്നുണ്ട്, ഘർഷണം കുറക്കാൻ സഹായിക്കുന്നു, റെഡ്യൂസ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. അതേപോലെ ഹൃദയത്തിൻ്റെ വാരിയലുകൾക്കിടയിലൊക്കെ അല്ലേ ഇതൊക്കെ എന്താണ്ട് സംരക്ഷണം നൽകുന്നുണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി, 1 മാർക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മക്കളെ ഇത്ര സെറ്റല്ലേ, എങ്ങനെ ഉണ്ടാകും നിങ്ങൾ എക്സാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായി അറിയിക്ക്. നമ്മൾ പറഞ്ഞ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടില്ലായിരുന്നോ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആണെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അതിൽ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ മക്കളെ, ബൈ.